വചനം പറയാ, അടിമത്തങ്ങളുടെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ശത്രുവായ പിശാച് അവരുടെ ജീവിതത്തിൽ അനേകം നുഖങ്ങൾ വെച്ചിരിക്കുക. നിരാശയുടെ നുഖം, വെറുപ്പിന്റെ നുഖം, മദ്യപാനത്തിന്റെ നുഖം, അശുദ്ധിയുടെ നുഖം, ദുഃഖത്തിന്റെ നുഖം, മനോഭാരത്തിന്റെ നുഖം, അവിശ്വാസത്തിന്റെ നുഖം, സംശയത്തിന്റെ നുഖം, ഇങ്ങനെ പോവുക. അതിന്റെ ലിസ്റ്റ് നമുക്കറിയാം. കഴുത്തിൽ നുഖം വന്നാൽ എന്താ സംഭവിക്കുക? കഴുത്തിൽ നുഖം വന്നാൽ എന്ത് സംഭവിക്കും? തോളിൽ നുഖം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ കുനിഞ്ഞു പോകും, നമ്മൾ കൂനി പിടിക്കും, കൂനിപ്പോകും. മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കാളവണ്ടി പോകുന്ന സമയത്ത് ആ കാളകളുടെ കഴുത്തിൽ നുഖം വെക്കും. ഈ നുഖം വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ആ കാളകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റത്തില്ല. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, ഒരു ആനന്ദമില്ലാത്ത അവസ്ഥ. പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതം ഇതുപോലെയാണ്. ഒന്ന് ഉള്ളു തുറന്ന് ആനന്ദിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല, സമാധാനിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? നിരാശയുടെ, ദുഃഖത്തിന്റെ, സംശയത്തിന്റെ, അവിശ്വാസത്തിന്റെ, വെറുപ്പിന്റെ, മത്സരത്തിന്റെ വ്യത്യസ്തമായ നുഖങ്ങൾ ഇന്ന് അനേകം ദൈവമക്കളുടെ തോളിലുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ യേശു എന്റെയും നിന്റെയും ജീവിതത്തിലേക്ക് വിളിച്ചു പറയാ, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ അടിമത്ത നുഖങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനാ, നിന്നെ വിമോചിപ്പിക്കുവാനാ, നിനക്ക് സ്വാതന്ത്ര്യം തരുവാനാ ഞാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമഭാഗത്തേക്ക് വരിക. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്സ്, ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ ആ തിരുവചന വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ്? നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. തുടർന്ന് വചനം എന്താണ് പറയുന്നത്? നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് കർത്താവിന്റെ വചനം പറയുക, നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന്, നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നടക്കേണ്ടതിന്, നിങ്ങൾ ആനന്ദത്തോടെ നടക്കേണ്ടതിന്, നിങ്ങൾ ദൈവ അനുഗ്രഹത്തിൽ ജീവിക്കേണ്ടതിന് കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ, ദൈവകൃപയിൽ, യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ, യേശു നൽകുന്ന സൗഖ്യത്തിൽ, യേശു നൽകുന്ന വിമോചനത്തിൽ, യേശു നൽകുന്ന അനുഗ്രഹത്തിൽ നിവർന്നു നടക്കേണ്ടതിന് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ള സകല നുഖത്തിന്റെ കെട്ടുകളെ അവൻ പൊട്ടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളോട് പറയുകയാണ്, യേശു സ്വാതന്ത്ര്യം നൽകുന്നവനാണ്, യേശു സ്വതന്ത്രമാക്കുന്ന ദൈവമാണ്. ഒന്നാമതായി അവൻ ഏതിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്? പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപകരമായ സ്വാധീനത്തിൽ നിന്ന് യേശു എന്നെയും നിങ്ങളെയും വിടുവിക്കുകയാണ്. യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, യേശു എങ്ങനെയാണ് പാപത്തിന്റെ പിടിയിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, പാപകരമായ ബന്ധനത്തിൽ നിന്ന്, പാപകരമായ നിർജീവത്വത്തിൽ നിന്ന്, പാപകരമായ സ്വാധീനത്തിൽ നിന്ന് അവൻ എന്നെയും നിങ്ങളെയും സ്വതന്ത്രമാക്കിയത്, അവൻ എന്നെയും നിങ്ങളെയും രക്ഷിച്ചത്. നിങ്ങൾ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരിക. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം
53 അധ്യായം 5 വാക്യത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, എന്റെയും നിന്റെയും അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവിന്റെ മാറ്റമില്ലാത്ത മാറാത്ത വചനം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളോട് വിളിച്ചു പറയുകയാണ്. എന്റെയും നിന്റെയും അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി, നമ്മുടെ അശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു മുറിവേൽപ്പിക്കപ്പെട്ടു. യേശു മുറിവേൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുൻപ് പിലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ വെച്ച് യേശു റോമൻ പട്ടാളക്കാരാൽ ചമ്മട്ടി കൊണ്ട് അടിയേറ്റത്. അവൻ എന്തിനാണ് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടത്? അവൻ എന്തിനാണ് ചമ്മട്ടി കൊണ്ട് അടിയേൽപ്പിക്കപ്പെട്ടത്? എന്തിനാണ് യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടത്? എന്തിനാണ് യേശു മുറിവേറ്റെടുത്തത്? വചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് നോക്കുക. ഇത് പിലാത്തോസിന്റെ പ്രത്തോറിയമാണ് നിങ്ങൾ ഭാവനക്കാണ്. ഇത് പിലാത്തോസിന്റെ പ്രത്തോറിയമാണ് നിങ്ങൾ ഭാവനക്കാണ്. ഇതാ യേശുവിന്റെ കൈകൾ റോമൻ പട്ടാള കൂട്ടം ഇതാ കൂട്ടിക്കെട്ടിയിരിക്കുക. നിങ്ങൾ ചിന്തിക്കണം, കൈകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുകയാ. ഈ ശരീരത്തിന് മുഴുവൻ ഭാരം യേശുവിന്റെ ഈ അരക്കെട്ട് ഈ കാലുകളിലേക്കാണ് വരുന്നത്. കൈകൾ ഇങ്ങനെ മുകളിലേക്കാണ് കെട്ടിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ താഴേക്കല്ല, മുകളിലേക്കാണ് യേശുവിന്റെ കൈകൾ കൂട്ടിക്കെട്ടിയത്. ഇങ്ങനെ യേശു കിടക്കുകയാ. ഇത് ശരീരത്തിന് മുഴുവൻ ഭാരം യേശുവിന്റെ കാലുകളിലേക്ക് ഈ അരക്കെട്ടിന്റെ ഭാഗത്തേക്ക് വരികയാ. അനേകം മണിക്കൂറുകൾ യേശുവിനെ അങ്ങനെ അവിടെ നിർത്തി. റോമൻ പട്ടാളക്കാർ ഇരുവശങ്ങളിലും മാറി മാറി നിന്നു. യേശു ജനിക്കണേക്കാൾ 750 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ സങ്കീർത്തകനായ ദാവീദ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശു എങ്ങനെയാണ് നമുക്ക് വേണ്ടി മുറിവേറ്റത്? യേശു എങ്ങനെയാണ് നമുക്ക് വേണ്ടി ക്ഷതമേറ്റത്? സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഉഴുവുക നിലം ഉഴുതു മറയ്ക്കുന്നത് പോലെ റോമൻ പട്ടാളം യേശുവിന്റെ മുതുകിൽ ചമ്മട്ടി കൊണ്ട് ഉഴുതു മറയ്ക്കുകയാ. റോമൻ പട്ടാളക്കാർ ഇരുവശങ്ങളിൽ നിന്ന് ഇത് യേശുവിന്റെ മുതുകിൽ അടിക്കുകയാ. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരികയാ. ഓരോ അടി അടിക്കുമ്പോഴും യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ പിച്ചി ചീന്തപ്പെടുകയാ. അവിടെ നിന്ന് രക്തം ചീറ്റപ്പെടുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, യേശു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു മുറിവേൽപ്പിക്കപ്പെട്ടു. തുടർന്ന് വചനം പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടു. യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടു. യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.